കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാനുള്ള ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിലൂടെ, മണിക്കൂറുകളിലൂടെ, മിനിറ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായാലും ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ഏകദേശം ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. അന്തിമമായ ചർച്ച ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി ഖാർഗെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. ആ ഒരു കൂടിക്കാഴ്ചയിലായിരിക്കും കൃത്യമായി അന്തിമമായ ഒരു പേരിലേക്ക് എത്താനുള്ളൊരു സാധ്യത എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു വിലയിരുത്തൽ. ഇതുവരെയും ഒരൊറ്റ പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡ് അതല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ നിലവിൽ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അങ്ങനെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 5:30 കൂടിയാണ് ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയും ഖാർഗെയും കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. ആ കൂടിക്കാഴ്ചയിൽ നിരവധി കാര്യങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യും. അതിൽ നിർണായകമാകാൻ പോകുന്നത് ഘടകകക്ഷികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കൾ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ക്രോഡീകരിച്ചെടുത്ത വിവരങ്ങൾ അത് പരസ്പരം ചർച്ച ചെയ്യും. അതിനുശേഷം സോണിയാഗാന്ധിയുടെ കൂടി അംഗീകാരത്തോടു കൂടിയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അത് ഏകദേശം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം വൈകിട്ട് 6:45 തിരുവനന്തപുരത്ത് എത്തും. അതിനുശേഷം നേരിട്ട് KPCC ഓഫീസിലേക്കായിരിക്കും പോകുക. ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപനം ഡൽഹിയിലും ദീപാദാസ് മുൻഷി അത് കേരളത്തിലും പ്രഖ്യാപിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തലയുടെ വീടിൻ്റെ മുൻപിൽ നിന്ന് സിജോ വി ജോൺ കൂടി ചേരുന്നുണ്ട്. സിജോ, ആരാണ് മുഖ്യമന്ത്രി എന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ പല തെരുവുകളിലും മുഖ്യമന്ത്രിക്കായുള്ള പോർവിളികൾ, ഫ്ലെക്സ് യുദ്ധങ്ങളൊക്കെ കണ്ടതാണ്. അതിനുശേഷം KPCC ആയാലും നേതാക്കളായാലും ഇടപെട്ട് അത്തരത്തിലുള്ള പരസ്യ പ്രകടനങ്ങളും ഫ്ലെക്സുകളും ഒക്കെ വിലക്കിയിരുന്നു. അങ്ങനെ ആർക്കും വേണ്ടി ഒരു അടി കൂടരുത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞ് വിലക്കിയിരുന്നു. പക്ഷേ ഇന്ന് കാണാവുന്ന ഒരു കാഴ്ച VD സതീശൻ്റെ വീടിന് മുൻപിലായാലും രമേശ് ചെന്നിത്തലയുടെ വീടിന് മുൻപിലായാലും നിരവധി ആളുകളാണ് തടിച്ചു കൂടി നിൽക്കുന്നത്. പക്ഷേ ഈ പേരുകളോ 3 പേരുകളും കൂടെ പ്രഖ്യാപിക്കാനാകില്ലല്ലോ. ഒരൊറ്റ പേരായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആരുടെ ആത്മവിശ്വാസമായിരിക്കും അത് വർദ്ധിപ്പിക്കുക, ആരെയായിരിക്കും കരയിപ്പിക്കുക, ആരെയായിരിക്കും ചിരിപ്പിക്കുക എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ആ രീതിയിൽ മറിച്ചൊരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും പേര് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല ചിത്രത്തിലേ ഇല്ലെങ്കിൽ എന്താകും അവിടുത്തെ ഒരു അവസ്ഥ? ആളുകൾ എങ്ങനെയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? വലിയ ആത്മവിശ്വാസത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ. MLA-മാരുടെ പിന്തുണ കുറവാണെങ്കിൽ പോലും ഇത്തവണ പക്ഷേ സീനിയോറിറ്റി വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറും എന്നൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആത്മവിശ്വാസം രമേശ് ചെന്നിത്തലയ്ക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോട് ഒപ്പമുള്ള ആളുകൾക്കുമുള്ളത്. എനിക്ക് പിന്നിലുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ അദ്ദേഹമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പ്രതികരണങ്ങൾ നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹം ഈ വിഷയത്തോട് പ്രതികരിക്കുന്നില്ല. എന്തായാലും ഇനി പ്രഖ്യാപനം വരട്ടെ, അതിനുശേഷം മാത്രം പ്രതികരിക്കാം എന്നുള്ളൊരു നിലപാട് രമേശ് ചെന്നിത്തല ഉള്ളത്. എന്തായാലും പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞാൻ അല്പസമയം മുമ്പ് ഇവരോട് സംസാരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല തന്നെ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നൊരു ആത്മവിശ്വാസമാണ് ഈ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. ഇനി അതല്ല, മറിച്ചാണ് ഒരു തീരുമാനം വരുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ ഹൈക്കമാൻഡിൻ്റെയൊക്കെ നിർദ്ദേശമുള്ളത് ചോദിച്ചപ്പോൾ ഓക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ പ്രവർത്തകർ നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് നേതാക്കളൊക്കെ രംഗത്ത് ഇറങ്ങിയിരുന്നെങ്കിലും പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഈ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഇനി കാര്യമായ രീതിയിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഉള്ളത്. പക്ഷേ അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയെ കാണാൻ എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ്.